നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്ത്യക്ക് മേൽ 50% തീരുവ ഏർപ്പെടുത്താനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ നീക്കത്തിന് തിരിച്ചടി നൽകാനൊരുങ്ങി രാജ്യം. അലൂമിനിയം, സ്റ്റീൽ, തുണിത്തരങ്ങൾ തുടങ്ങിയവയ്ക്ക് പകരം തീരുവ ഈടാക്കാൻ നീക്കമെന്ന് ദേശീയ മാധ്യമങ്ങൾ. ഒരു സർവാധികാരിക്ക് ഇന്ത്യയുടെ ഉയർച്ച ഇഷ്ടപ്പെടുന്നില്ലെന്നും മേക്ക് ഇൻ ഇന്ത്യ ഉൽപ്പന്നങ്ങൾക്ക് വില ഉയർത്താനാണ് ചിലരുടെ ശ്രമമെന്നും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഓപ്പറേഷൻ സിന്ദൂർ മേക്ക് ഇൻ ഇന്ത്യയുടെ വിജയമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കള്ളവോട്ട് ആരോപണത്തിൽ തെളിവ് ഹാജരാക്കാൻ രാഹുൽ ഗാന്ധിക്ക് കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസ്. രാഹുൽ കാണിച്ചത് പോളിംഗ് ഓഫീസർ നൽകിയ രേഖയല്ലെന്ന് കമ്മീഷൻ. വോട്ടർ പട്ടിക ക്രമക്കേടിനെതിരെ സമൂഹ മാധ്യമ പ്രചാരണത്തിന് തുടക്കം കുറിച്ച് കോൺഗ്രസ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് നാളെ ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിഷേധ മാർച്ച്. ഓൺലൈൻ മദ്യവിൽപ്പനയ്ക്ക് സാധ്യത തേടി ബെഫ്കോ ശുപാർശ സർക്കാരിന് സമർപ്പിച്ചു. താൽപര്യം പ്രകടിപ്പിച്ച് സ്വിഗ്ഗി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ. ഓൺലൈൻ മദ്യവിൽപ്പന ഇടത് സർക്കാരിന്റെ ആലോചനയിലില്ലെന്ന് മന്ത്രി എം ബി രാജേഷ്. ഷാർജയിൽ മരിച്ച അതുല്യയുടെ ഭർത്താവ് സതീഷ് അറസ്റ്റിൽ. പിടിയിലായത് തിരുവനന്തപുരം എയർപോർട്ടിൽ വെച്ച്. അതുല്യയുടേത് കൊലപാതകമാണെന്നതിന് തെളിവില്ലെന്ന് ഇടക്കാല ജാമ്യ ഉത്തരവിൽ കോടതി. നടി ശ്വേതാ മേനോന് പിന്തുണയുമായി മന്ത്രി സജി ചെറിയാൻ. സ്ത്രീകൾ സിനിമാ സംഘടനകളുടെ നേതൃനിരയിലേക്ക് വരണമെന്ന് മന്ത്രി. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ ഫ്രൈഡേ ഫിലിം ഹൗസിനെ പ്രതിനിധീകരിച്ച് മത്സരിക്കാൻ സാന്ദ്രയ്ക്ക് കഴിയില്ലെന്ന് വിജയ് ബാബു. പ്രതികരണത്തെ തമാശയായി കാണണമെന്ന് സാന്ദ്ര തോമസ്. ഇന്ത്യക്ക് മേൽ 50% തീരുവ ഏർപ്പെടുത്താനുള്ള അമേരിക്കയുടെ നീക്കത്തിന് തിരിച്ചടി നൽകാൻ ഒരുങ്ങുകയാണ് രാജ്യം. അലൂമിനിയം, സ്റ്റീൽ, തുണിത്തരങ്ങൾ തുടങ്ങിയവയ്ക്ക് പകരം തീരുവ ഈടാക്കിയേക്കും. അതിനെ ട്രംപിനെതിരെ പരോക്ഷ വിമർശനവുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് രംഗത്തെത്തി. അമേരിക്കയുടെ പകരം തീരുവയിൽ അതേ നാണയത്തിൽ മറുപടി കൊടുക്കാനാണ് ഇന്ത്യയുടെ നീക്കം. തെരഞ്ഞെടുത്ത അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് കനത്ത തീരുവ ചുമത്താൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അലൂമിനിയം, സ്റ്റീൽ, തുണിത്തരങ്ങൾ തുടങ്ങിയവയ്ക്ക് പകരം തീരുവ ഈടാക്കിയേക്കും. ഇത് സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിക്കുകയാണ്. വിഷയം കേന്ദ്ര മന്ത്രിസഭയും ചർച്ച ചെയ്യും. അമേരിക്കയുടെ അധിക തീരുവ ഏതൊക്കെ മേഖലകളെ ബാധിക്കുമെന്ന വിലയിരുത്തലും കേന്ദ്ര സർക്കാർ നടത്തുന്നുണ്ട്. ഇത് ബാധിക്കുന്ന മേഖലകളെ സഹായിക്കാനായി പാക്കേജ് കൊണ്ടുവരാനുള്ള ശ്രമവും കേന്ദ്രം നടത്തുന്നുണ്ട്. നിലവിൽ ഇന്ത്യ അമേരിക്കയിലേക്ക് $86 ബില്യൺ കയറ്റുമതി നടത്തുന്നുണ്ട്. അമേരിക്ക ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് $45 ബില്യൺ ഉത്പന്നങ്ങളാണ്. അതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പരോക്ഷ വിമർശനവുമായി രംഗത്തെത്തി. ഇന്ത്യയുടെ പുരോഗതി ചിലർക്ക് ദഹിക്കുന്നില്ലെന്നും ഇന്ത്യ വൻശക്തിയാകുന്നതിനെ ആർക്കും തടയാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. भारत जितनी तेजी के साथ आगे बढ़ रहा है, मैं पूरे विश्वास के साथ कहता हूं कि भारत को अब दुनिया की कोई ताकत विश्व की एक बड़ी शक्ति बनने से रोक नहीं सकती है. भारत के डिफेंस आइटम दुनिया के देशों को केवल 600 करोड़ रुपए की एक्सपोर्ट होती थी. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുമ്പോൾ അവയ്ക്ക് വില കൂട്ടാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യൻ സൈന്യം തദ്ദേശീയമായ ഉപകരണങ്ങളാണ് ഉപയോഗിച്ചതെന്നും മന്ത്രി പറഞ്ഞു. പ്രതിരോധ രംഗത്ത് സ്വയം പര്യാപ്തത നേടുമെന്ന് പ്രതിജ്ഞയെടുത്തതുകൊണ്ട് മാത്രമാണ് ഇന്ത്യക്ക് ഈ നിലയിലെത്താൻ സാധിച്ചത്. മുമ്പ് വിമാനങ്ങളായാലും ആയുധങ്ങളായാലും മിക്കവാറുമെല്ലാം വിദേശത്താണ് നിർമ്മിച്ചിരുന്നത്. ആവശ്യം വരുമ്പോഴെല്ലാം ഇന്ത്യ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് അവ വാങ്ങുകയായിരുന്നു. എന്നാൽ ഇന്ന് ഇന്ത്യ ഇത് നിർമ്മിക്കുക മാത്രമല്ല മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, അമൃത TV. ബംഗളൂരുവിൽ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബംഗളൂരുവിലെ KSR റെയിൽവേ സ്റ്റേഷനിൽ 3 വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്തു. ബംഗളൂരുവിൽ വലിയ തരത്തിലുള്ള വികസന പദ്ധതികൾക്കാണ് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചത്. ബംഗളൂരുവിൽ നിന്നും ബലഗാവിലേക്കും അമൃത്സറിൽ നിന്നും ശ്രീമാതാ വൈഷ്ണവോദേവി കത്രയിലേക്കും നാഗ്പൂരിൽ നിന്നും പൂനെയിലേക്കുമുള്ള ട്രെയിനുകളാണ് ഫ്ളാഗ് ഓഫ് ചെയ്തത്. ബംഗളൂരു മെട്രോയുടെ യെല്ലോ ലൈനും മോദി ഫ്ളാഗ് ഓഫ് ചെയ്തു. 4 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് RV റോഡിൽ നിന്നും ബൊമ്മസാന്ദ്രയിലേക്കുള്ള നമ്മ മെട്രോയുടെ യെല്ലോ ലൈൻ യാഥാർത്ഥ്യമാകുന്നത്. ഇലക്ട്രോണിക് സിറ്റി അടക്കം IT മേഖലയിലൂടെ കടന്നുപോകുന്ന യെല്ലോ ലൈൻ നമ്മ മെട്രോയുടെ നിർണായക റൂട്ടാണ്. 19.15 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഇടനാഴി ബംഗളൂരുവിന്റെ ടെക് ഇടനാഴിയിലെ യാത്രാമാർഗത്തെ പരിവർത്തനം ചെയ്യുമെന്നാണ് പ്രതീക്ഷ.
$5056.99 കോടി രൂപ മുടക്കിയാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. ഇതിനൊപ്പം മെട്രോയുടെ 3ാം ഘട്ടത്തിന്റെ ശിലാസ്ഥാപനവും മോദി നിർവഹിച്ചു. അതേസമയം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ അധിക്ഷേപിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പരാമർശത്തിനെതിരെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഞ്ഞടിച്ചു. ലോകത്തിലെ ഏറ്റവും മികച്ച 3 സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നായി മാറാനാണ് ഇന്ത്യ ശ്രമിക്കുന്നതെന്നും ഇത് സാധ്യമാക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 2014 से पहले भारत का टोटल एक्सपोर्ट $468 बिलियन तक पहुंचा था. आज ये $824 बिलियन हो गया है. पहले हम मोबाइल इंपोर्ट करते थे, वहीं अब हम मोबाइल हैंडसेट के टॉप 5 एक्सपोर्टर बन गए हैं. പ്രത്യേകിച്ച് ഇലക്ട്രോണിക് സിറ്റിയിൽ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് ജീവനക്കാർക്ക് മെട്രോയുടെ പ്രയോജനം ലഭിക്കുകയും കുപ്രസിദ്ധമായ സിൽക്ക് ബോർഡ് ജംഗ്ഷനിലെ ഗതാഗതക്കുരുക്ക് കുറയ്ക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. 15,610 കോടിയിലധികം രൂപയുടെ ബംഗളൂരു മെട്രോ 3ാം ഘട്ടത്തിനും പ്രധാനമന്ത്രി തറക്കല്ലിട്ടു. ബംഗളൂരുവിലെ നഗരഗതാഗത പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിച്ചു. ലോകത്തിലെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറുന്നതിനുള്ള യാത്രയിലാണ് ഇന്ത്യ. 2014 5 നഗരങ്ങളിൽ മാത്രമുണ്ടായിരുന്ന മെട്രോ ഇപ്പോൾ 24 ഇടങ്ങളിലേക്ക് വ്യാപിച്ചു എന്നതും ശ്രദ്ധേയമാണ്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ആരോപണത്തിൽ പ്രതിഷേധം ശക്തമാക്കി ഇന്ത്യ സഖ്യം. ക്രമക്കേടിനെതിരെ സമൂഹമാധ്യമ പ്രചാരണത്തിന് തുടക്കം കുറിച്ച് കോൺഗ്രസ് വോട്ട്ചോരി.in എന്ന വെബ്സൈറ്റ് അവതരിപ്പിച്ചു. എംപിമാരെ പങ്കെടുപ്പിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് നാളെ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനം. രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ടർ പട്ടിക തട്ടിപ്പ് ആരോപണത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ വലിയ പ്രതിഷേധത്തിനാണ് തയ്യാറെടുക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ വോട്ടുകൊള്ള തടയാനുള്ള പ്രചാരണത്തിൽ പങ്കുചേരാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് വോട്ട്ചോരി.in എന്ന വെബ്സൈറ്റ് കോൺഗ്രസ് അവതരിപ്പിച്ചത്. വോട്ട് കവർച്ചയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയണമെന്നാവശ്യപ്പെട്ടും ഡിജിറ്റൽ വോട്ടർ പട്ടിക പുറത്തുവിടണമെന്നാവശ്യപ്പെട്ടും പൊതുജനങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാം. വോട്ടുകൊള്ളയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ജനങ്ങൾക്ക് ഇതിൽ പങ്കുവയ്ക്കാനാകുമെന്നും കോൺഗ്രസ് പറയുന്നു. വോട്ട് കവർച്ച സംബന്ധിച്ച് രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളുടെ വീഡിയോയും വെബ്സൈറ്റിലുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രക്രിയ സുതാര്യമാക്കുന്നതിനും വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ തടയുന്നതിനും ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ലക്ഷ്യമിടുന്നതായി രാഹുൽ ഗാന്ധി പറഞ്ഞു. വോട്ടു ചോർച്ചാ വിഷയത്തിൽ രാഹുൽ ഗാന്ധിക്ക് പിന്തുണയുമായി ആം ആദ്മി പാർട്ടിയും തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികളും രംഗത്തെത്തിയിട്ടുണ്ട്. വിഷയമുയർത്തി രാഷ്ട്രീയ പ്രചാരണം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് തിങ്കളാഴ്ച ഇന്ത്യ സഖ്യത്തിലെ എംപിമാർ പ്രതിഷേധ മാർച്ച് നടത്തും. മാർച്ചിന് ശേഷം നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ചർച്ച നടത്തിയേക്കും. ഈ മാസം 16 മുതൽ രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ചേർന്ന് ബീഹാറിലെ 100 നിയമസഭാ സീറ്റുകളിലേക്കുള്ള യാത്രയ്ക്കും തുടക്കം കുറിക്കും. സെപ്റ്റംബർ 1 പാറ്റ്നയിൽ നടക്കുന്ന മഹാറാലിയിൽ തൃണമൂൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും അടക്കമുള്ള കക്ഷികൾ പങ്കുചേരുമെന്നാണ് സൂചന. അതേസമയം രാഹുൽ അപക്വമായ ആരോപണങ്ങൾ ഉന്നയിച്ച് അരാജകത്വം പടർത്താനാണ് ശ്രമിക്കുന്നതെന്ന് BJP പറഞ്ഞു. അതിനിടെ കർണാടകയിലെ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. സംസ്ഥാനത്തെ നിയമവകുപ്പിനോട് അന്വേഷിക്കാൻ നിർദ്ദേശം നൽകിയതായി മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അറിയിച്ചു. തിങ്കളാഴ്ച കർണാടക നിയമസഭാ സമ്മേളനം ആരംഭിക്കുകയാണ്. സമ്മേളനത്തിൽ ഈ വിഷയം സജീവമായി ഉയർത്താനാണ് കോൺഗ്രസ് തീരുമാനം. ന്യൂസ് ഡെസ്ക് അമൃത TV. അതിനിടെ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ആരോപിച്ച രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് അയച്ചു കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. രാഹുൽ ഗാന്ധി വാർത്താസമ്മേളനത്തിൽ കാണിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രേഖയല്ല എന്ന് നോട്ടീസിൽ പറയുന്നു. പോളിംഗ് ഓഫീസർ നൽകിയ രേഖകൾ പ്രകാരം ശകുൻ റാണി എന്ന സ്ത്രീ 2 തവണ വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് രാഹുൽ പറഞ്ഞിരുന്നു. എന്നാൽ അന്വേഷണത്തിൽ 1 തവണ മാത്രമേ വോട്ട് ചെയ്തിട്ടുള്ളൂ എന്നും 2 തവണ വോട്ട് ചെയ്തതിന് തെളിവെന്താണെന്നും കമ്മീഷൻ ചോദിച്ചു. രാഹുൽ ഗാന്ധി കാണിച്ച ടിക്കടയാളപ്പെടുത്തിയ രേഖ പോളിംഗ് ഓഫീസർ നൽകിയ രേഖയല്ലെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുലിന് നോട്ടീസ് അയച്ചത്. ഇലക്ഷൻ കമ്മീഷന്റെ ജനാധിപത്യ വിരുദ്ധ നടപടികൾക്കെതിരെ കോൺഗ്രസ് പാർട്ടിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും നടത്തുന്ന പോരാട്ടങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് OICC വെസ്റ്റേൺ റീജിയണൽ കമ്മിറ്റി ഐക്യദാർഢ്യ സംഗമം സംഘടിപ്പിച്ചു. OICC വെസ്റ്റേൺ റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് ഹക്കീം പാറക്കൽ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി അസ്ഹാബ് വർക്കല സ്വാഗതവും ട്രഷറർ ഷരീഫ് അറക്കൽ നന്ദിയും പറഞ്ഞു. ഓൺലൈൻ മദ്യവിൽപ്പനയ്ക്ക് ഒരുങ്ങി ബെവ്കോ. ഇത് സംബന്ധിച്ച് ബെവ്കോ MD സർക്കാരിന് ശുപാർശ സമർപ്പിച്ചു. സ്വിഗ്ഗി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ പദ്ധതിയിൽ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. 3 വർഷം മുമ്പ് ഇതേ ആവശ്യം ഉന്നയിച്ചിരുന്നുവെങ്കിലും സർക്കാർ അനുമതി നൽകിയിരുന്നില്ല. ആപ്പിലൂടെ ബുക്ക് ചെയ്യുന്നവർക്ക് മദ്യം വീട്ടിലെത്തിക്കാൻ അനുമതി നൽകണമെന്നാണ് ബെവറേജസ് കോർപ്പറേഷന്റെ ശുപാർശ. ഇതിനായി മൊബൈൽ ആപ്പ് നിർമ്മിക്കാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. ഓൺലൈൻ ഭക്ഷ്യവിതരണ കമ്പനിയായ സ്വിഗ്ഗി പദ്ധതിയോട് താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. മദ്യം വാങ്ങുന്നയാൾക്ക് 23 വയസ്സ് കഴിഞ്ഞിരിക്കണം. മദ്യം നൽകുന്നതിന് മുൻപ് പ്രായം തെളിയിക്കുന്ന രേഖ വാങ്ങി അത് പരിശോധിച്ചതിന് ശേഷമായിരിക്കും മദ്യം നൽകുക. 1 തവണ 3 ലിറ്റർ മദ്യം വരെ ഓർഡർ ചെയ്യാം. മദ്യം ഓർഡർ ചെയ്ത് കരിഞ്ചന്തയിൽ വിൽക്കുന്നത് ഒഴിവാക്കാൻ മദ്യം വാങ്ങുന്നതിന് പരിധി നിശ്ചയിക്കും.
കൂടുതൽ വിതരണ കമ്പനികൾ രംഗത്തെത്തിയാൽ ടെൻഡർ വിളിക്കും. മദ്യവിതരണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം വിതരണ കമ്പനിക്കായിരിക്കുമെന്നും ബെവ്കോ അറിയിച്ചു. ടൂറിസ്റ്റുകളുടെ ഭാഗത്തു നിന്നുൾപ്പെടെ ആവശ്യമുയരുന്ന സാഹചര്യത്തിൽ മദ്യവിൽപ്പന കൂട്ടണമെന്ന നിലപാടിലാണ് ബെവ്കോ. 3 വർഷം മുൻപും സർക്കാരിനോട് ബെവ്കോ ഇക്കാര്യത്തിൽ അനുമതി തേടിയിരുന്നു. എന്നാൽ അന്ന് സർക്കാർ അനുമതി നൽകിയിരുന്നില്ല. കോവിഡ് കാലത്ത് മദ്യം ഓൺലൈനിലൂടെ വിതരണം ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. തിരക്കൊഴിവാക്കാൻ ആപ്പിലൂടെയായിരുന്നു ബുക്കിംഗ്. ഇതിനുശേഷം വാതിൽപ്പടി മദ്യവിതരണം ആലോചിച്ചെങ്കിലും ചർച്ചകൾ മുന്നോട്ടു പോയില്ല. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അതേസമയം ബെവ്കോയുടെ ആവശ്യം പൂർണ്ണമായും തള്ളി മന്ത്രി എം ബി രാജേഷ്. ഓൺലൈൻ മദ്യവിൽപ്പന ഇടത് സർക്കാരിന്റെ ആലോചനയിലില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി. അംഗീകരിച്ച മദ്യനയത്തിൽ നിന്നേ തീരുമാനമെടുക്കൂ. നികുതി ഘടന തീരുമാനിച്ചാൽ വീര്യം കുറഞ്ഞ മദ്യം വിപണിയിലെത്തിക്കാൻ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 4 വർഷമായി മദ്യത്തിന് കേരളം വില വർദ്ധിപ്പിച്ചിട്ടില്ല. മറ്റ് പല സംസ്ഥാനങ്ങളും ഇതിനിടയിൽ പലതവണ വില വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഈയിടെയാണ് കർണാടക നല്ല വർധനവ് നടപ്പാക്കിയിട്ടുള്ളത്. അപ്പം 4 വർഷമായിട്ടിവിടെ നമ്മൾ വർദ്ധിപ്പിച്ചിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഷാർജയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ അതുല്യയുടെ ഭർത്താവ് സതീഷിനെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തു. വലിയതുറ പോലീസ് സതീഷിനെ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിന് കൈമാറി. സതീഷിന് കൊല്ലം ജില്ലാ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. കൊലപാതക കുറ്റത്തിന് തെളിവില്ലെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് കോടതി ജാമ്യം അനുവദിച്ചത്. അതേസമയം ഇടക്കാല ജാമ്യ ഉത്തരവിനെതിരെ അതുല്യയുടെ കുടുംബം കോടതിയെ സമീപിക്കും. ഇന്ന് പുലർച്ചെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ സതീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. മുൻകൂർ ജാമ്യം ലഭിച്ചതിന് പിന്നാലെയാണ് സതീഷ് നാട്ടിലെത്തിയത്. വലിയതുറ പോലീസ് നിലവിൽ അന്വേഷണ ചുമതലയുള്ള സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് സംഘത്തിന് സതീഷിനെ കൈമാറി. ദുബായ് കോൺസുലേറ്റ് നൽകിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അതുല്യയുടേത് തൂങ്ങിമരണമാണെന്നും ദുബായ് പോലീസിന്റെ അന്വേഷണത്തിൽ സതീഷ് കുറ്റക്കാരനല്ലെന്നും പറയുന്നുണ്ട്. അസ്വാഭാവികമായി എന്തെങ്കിലും കണ്ടെത്തിയിരുന്നെങ്കിൽ സതീഷിനെ ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്തേനെയെന്ന നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കൊല്ലം ജില്ലാ സെഷൻസ് കോടതി സതീഷിന് ഇടക്കാല മുൻകൂർ ജാമ്യം അനുവദിച്ചത്. പോലീസ് എടുത്തിരിക്കുന്നത് കൊലക്കുറ്റമാണ്. പക്ഷേ നമ്മൾ ഹാജരാക്കിയിട്ടുള്ള ഡെത്ത് സർട്ടിഫിക്കറ്റ്, അതായത് ദുബായിലുള്ള ഇന്ത്യൻ കോൺസുലേറ്റ് നൽകിയിട്ടുള്ള ഡെത്ത് സർട്ടിഫിക്കറ്റിൽ സൂയിസൈഡ് ബൈ ഹാങ്ങിങ് എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് ഹാജരാക്കി അതുകൂടി കോടതി പരിഗണിച്ചിട്ടാണ് ഇദ്ദേഹത്തിന്റെ കസ്റ്റഡി ഇപ്പോൾ ആവശ്യമില്ല എന്ന് കണ്ട് അദ്ദേഹത്തിന് താൽക്കാലികമായി ജാമ്യം അനുവദിച്ചത്. സതീഷിന് പരമാവധി ശിക്ഷ കിട്ടണമെന്നും ഇടക്കാല ജാമ്യ ഉത്തരവിനെതിരെ കോടതിയെ സമീപിക്കുമെന്നും അതുല്യയുടെ കുടുംബം വ്യക്തമാക്കി. അതിന് വേണ്ടുന്ന പോലീസ് അവനെ കസ്റ്റഡിയിലെടുത്ത് അത് ചോദ്യം ചെയ്തത് അതിന്റെ സത്യാവസ്ഥ തെളിയിച്ചെടുക്കണം. ഇടക്കാല ഉത്തരവ് വന്ന 10 ദിവസത്തിനകം അന്വേഷണ പുരോഗതി അറിയിക്കാനാണ് കോടതിയുടെ നിർദ്ദേശം. ഇക്കഴിഞ്ഞ ജൂലൈ 19-നാണ് ഷാർജയിലെ ഫ്ളാറ്റിൽ ഭർത്താവിനൊപ്പം താമസിച്ചിരുന്ന കൊല്ലം ചവറ തെക്കുംഭാഗം സ്വദേശി അതുല്യയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സാന്ദ്ര തോമസിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റുമായി വിജയ് ബാബു. ഫ്രൈഡേ ഫിലിം ഹൗസിനെ പ്രതിനിധീകരിച്ച് മത്സരിക്കാൻ സാന്ദ്രയ്ക്ക് കഴിയില്ലെന്നായിരുന്നു വിജയ് ബാബുവിന്റെ പോസ്റ്റ്. എന്നാൽ ഈ പ്രതികരണത്തെ തമാശയായി കാണണമെന്ന് സാന്ദ്ര തോമസ് മറുപടി പോസ്റ്റിൽ കുറിച്ചു. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിർമ്മാതാക്കളായ സാന്ദ്ര തോമസും വിജയ് ബാബുവും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത നവമാധ്യമങ്ങളിലൂടെയുള്ള പരസ്യപ്പോരിലേക്ക് എത്തിയിരിക്കുകയാണ്. ഫ്രൈഡേ ഫിലിംസിന്റെ ഭാഗമായിരുന്നപ്പോൾ ചെയ്ത സിനിമയുടെ തന്റെ പേരിലുള്ള സെൻസർ സർട്ടിഫിക്കറ്റാണ് സാന്ദ്ര തോമസ് നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം നൽകിയിരുന്നത്. എന്നാൽ സാന്ദ്ര ഇപ്പോൾ ഫ്രൈഡേ ഫിലിംസിന്റെ ഭാഗമല്ലെന്ന് ചൂണ്ടിക്കാട്ടി പത്രിക തള്ളി. തുടർന്ന് സാന്ദ്ര കോടതിയെ സമീപിക്കുകയും ചെയ്തു. ഫ്രൈഡേ ഫിലിം ഹൗസിനെ പ്രതിനിധീകരിച്ച സാന്ദ്ര തോമസിന് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരിക്കാൻ സാധിക്കില്ലെന്നാണ് ഇപ്പോൾ വിജയ് ബാബു ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. ഒരു വ്യക്തിക്കല്ല, കമ്പനിക്കാണ് സെൻസർ സർട്ടിഫിക്കറ്റ് നൽകുന്നത്. കഴിഞ്ഞ 10 വർഷമായി സാന്ദ്രയ്ക്ക് ഫ്രൈഡേ ഫിലിം ഹൗസുമായി യാതൊരു ബന്ധവുമില്ലെന്നും വിജയ് ബാബുവിന്റെ കുറിപ്പിൽ ചൂണ്ടിക്കാട്ടുന്നു. തൊട്ടു പിന്നാലെ മറുപടിയുമായി സാന്ദ്ര തോമസും രംഗത്ത് വന്നു. ചിലരുടെ നിലനിൽക്കാത്ത കുതന്ത്രങ്ങൾ മറനീക്കി പുറത്തു വരുന്നുവെന്നും ഒരു തമാശയായി മാത്രം നമുക്കിതിനെ കാണാമെന്നും സാന്ദ്ര തോമസ് ഫേസ്ബുക്കിൽ കുറിച്ചു. 2016 വരെ താൻ ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ മാനേജിംഗ് പാർട്ണർ ആയിരുന്നുവെന്ന് വിജയ് ബാബു സമ്മതിച്ചു കഴിഞ്ഞിരിക്കുന്നു. മറ്റൊരർത്ഥത്തിൽ ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ പേരിൽ 2016 വരെ പുറത്തു വന്ന സെൻസർഷിപ്പ് ക്രെഡിറ്റും മാനേജിംഗ് പാർട്ണർ ആയിരുന്ന തന്റെ പേരിലാണെന്നും ഇതിൽ നിന്നും വ്യക്തമാണെന്ന് സാന്ദ്ര തോമസ് കുറിച്ചു. അതിനാൽ കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ റെഗുലർ മെമ്പറായ തനിക്ക് അസോസിയേഷന്റെ കീ പോസ്റ്റിലേക്ക് നിയമപരമായി മത്സരിക്കാമെന്നും സാന്ദ്ര ചൂണ്ടിക്കാട്ടി. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സാന്ദ്ര നൽകിയ ഹർജി കോടതി വീണ്ടും പരിഗണിക്കാനിരിക്കെയാണ് പരസ്യ പ്രതികരണങ്ങൾ വന്നിരിക്കുന്നത്. അമൃത ന്യൂസ്, കൊച്ചി.
കുവൈറ്റിൽ വാണിജ്യ മന്ത്രാലയം വിവിധ സേവനങ്ങൾക്ക് ഫീസ് നിരക്ക് വർദ്ധിപ്പിച്ചു. വിവിധ സേവനങ്ങൾക്കുള്ള ഫീസ് നിരക്കിൽ 10 മടങ്ങ് വർധനവാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതോടൊപ്പം നിലവിൽ സൗജന്യമായി നൽകിയിരുന്ന 67 പരം സേവനങ്ങൾക്ക് ഫീസ് ഏർപ്പെടുത്തുകയും ചെയ്തതായി പ്രാദേശിക ദിനപത്രം റിപ്പോർട്ട് ചെയ്തു. വിവിധ സർക്കാർ ഏജൻസികൾ നിലവിൽ ഈടാക്കുന്ന ഫീസ് നിരക്കുകൾ പുനരവലോകനം ചെയ്യുന്നതിനായി ധനകാര്യ മന്ത്രാലയവുമായി ഏകോപനം നടത്തണമെന്ന മന്ത്രിസഭായോഗ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് വാണിജ്യ മന്ത്രാലയം ഫീസ് വർധനവ് ഏർപ്പെടുത്തിയത്. നിർദ്ദിഷ്ട ഫീസ് ഘടന അനുസരിച്ച് കമ്പനി സ്ഥാപിക്കുന്നതിനുള്ള അപേക്ഷകൾക്ക് 20 ദിനാർ ഫീസ് ചുമത്തും. നിലവിൽ ഈ സേവനം സൗജന്യമായിരുന്നു. റിയൽ എസ്റ്റേറ്റ്, ജ്വല്ലറി എക്സിബിഷനുകൾ നടത്തുന്നതിനുള്ള താൽക്കാലിക വാണിജ്യ ലൈസൻസ് ലഭിക്കുന്നതിനുള്ള ഫീസ് 30 ദിനാറിൽ നിന്ന് 500 ദിനാറായി വർദ്ധിപ്പിച്ചു. ഇങ്ങനെ നിരവധി മാറ്റങ്ങളാണ് ഫീസ് ഇനത്തിൽ വന്നിട്ടുള്ളത്. കുവൈറ്റിൽ 9.33 ലക്ഷം ദിനാർ വെട്ടിപ്പ് നടത്തിയ രാജ്യത്തെ ഏറ്റവും വലിയ അഴിമതി കേസുകളിലൊന്നിൽ ശിക്ഷ വിധിച്ച് സുപ്രീം കോടതി. പൗരന്മാരുടെ അറിവില്ലാതെ അവരുടെ ഭവനരേഖകളിൽ കൃത്രിമം കാണിച്ച് വാടക അലവൻസ് ഫണ്ടുകൾ അനധികൃതമായി തട്ടിയെടുത്തതാണ് ഈ കേസ്. കേസിലെ മുഖ്യപ്രതിയായ പബ്ലിക് അതോറിറ്റിയിലെ ഒരു ഡിപ്പാർട്ട്മെന്റ് തലവന് 15 വർഷം കഠിന തടവും 19,34,000 ദിനാർ പിഴയും ചുമത്തി. ഇയാൾ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനും കോടതി ഉത്തരവിട്ടു. മറ്റ് 2 ജീവനക്കാർക്ക് 5 വർഷം വീതം തടവ് ശിക്ഷ വിധിക്കുകയും 6,07,000 ദിനാർ പിഴ ചുമത്തുകയും ചെയ്തു. ഇതിലൊരാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനും ഉത്തരവിട്ടിട്ടുണ്ട്. GCC രാജ്യങ്ങളിലെ വിദേശികൾക്ക് പോർട്ട് ഓഫ് എൻട്രിയിൽ നേരിട്ട് നൽകുന്ന ടൂറിസ്റ്റ് വിസ ഉപയോഗിച്ച് കുവൈറ്റിൽ പ്രവേശിക്കാം. ഇത് അനുവദിക്കുന്ന 2025 1386 നമ്പർ മന്ത്രിതല പ്രമേയം 1ാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസുഫ് പുറപ്പെടുവിച്ചു. പുതിയ നിയമപ്രകാരം ഓൺ അറൈവൽ ടൂറിസ്റ്റ് വിസയ്ക്ക് യോഗ്യത നേടുന്നതിന് യോഗ്യരായ യാത്രക്കാർക്ക് കുറഞ്ഞത് 6 മാസത്തെ സാധുവായ GCC താമസ പെർമിറ്റ് ഉണ്ടായിരിക്കണം. മേഖലയ്ക്കുള്ളിൽ യാത്ര സുഗമമാക്കുന്നതിനും ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള കുവൈറ്റിന്റെ നിരന്തര ശ്രമങ്ങൾക്കനുസൃതമായാണ് നീക്കം. സൗദിയിലെ പ്രധാന നിരത്തുകളിൽ വാഹനങ്ങൾക്കിടയിൽ പെട്ടെന്ന് വെട്ടിച്ചു കയറുന്നത് ഗതാഗത നിയമലംഘനമാണെന്നും ഇതിന് 3000 റിയാൽ മുതൽ 6000 റിയാൽ വരെ പിഴ ലഭിക്കുമെന്നും സൗദി ട്രാഫിക് ഡയറക്ടറേറ്റ് വ്യക്തമാക്കി. വാഹനങ്ങൾക്കിടയിൽ പെട്ടെന്ന് വെട്ടിച്ചു കയറുന്നത് വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടാനിടയാക്കുമെന്നും ഇത് മനുഷ്യർക്കും ബൗദ്ധിക നഷ്ടങ്ങൾക്കും കാരണമായേക്കുമെന്നും അപ്രതീക്ഷിത അപകടങ്ങൾക്ക് കാരണമാകുമെന്നും സൗദി ട്രാഫിക് ഡയറക്ടറേറ്റ് പറഞ്ഞു. വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി പ്രവാസി സൗഹൃദ പ്രാദേശിക സർക്കാർ എന്ന ശീർഷകത്തിൽ ജിദ്ദ KMCC സെൻട്രൽ കമ്മിറ്റി സംഘടന പാർലമെന്റ് ക്യാമ്പ് സംഘടിപ്പിച്ചു. വിവിധ പരിപാടികളാണ് ക്യാമ്പിന്റെ ഭാഗമായി അരങ്ങേറിയത്. തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് ജിദ്ദയിലെ KMCC നേതൃനിരയെ സജ്ജമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ജിദ്ദ KMCC സെൻട്രൽ കമ്മിറ്റി ഏകദിന സംഘടനാ പാർലമെന്റ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം തെളിവ് സഹിതം പുറത്തുവിട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ പട്ടിക ക്രമക്കേട് ഞെട്ടിക്കുന്നതാണെന്നും ഇതിനെതിരെ ജനാധിപത്യ ഇന്ത്യയുടെ ശബ്ദമുയരണമെന്നും KMCC സംഘടനാ പാർലമെന്റ് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. പ്രമുഖ ചിന്തകരും ഗ്രന്ഥകാരനുമായ MC വടകര പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജിദ്ദ KMCC പ്രസിഡന്റ് അബൂബക്കർ അരിമ്പർ അധ്യക്ഷത വഹിച്ചു. 2 സെഷനുകളായി നടന്ന പരിപാടിയിൽ മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ സെക്രട്ടറിമാരായ അൻവർ മുള്ളമ്പാറ, ഉസ്മാൻ താമരത്ത് എന്നിവർ ക്ലാസുകൾ എടുത്തു. KMCC നേതാക്കളായ കുഞ്ഞിമോൻ കാക്കിയ, നിസാം അമ്പാട്, VP മുസ്തഫ, നാസർ മച്ചിങ്ങൽ, അബ്ദുറഹ്മാൻ, ഇസ്മായിൽ മുണ്ടുക്കുളം തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടിയിൽ ആദരിക്കൽ ചടങ്ങും ഗാനാലാപനവും നടന്നു. ജിദ്ദയിലെ വിവിധ ജില്ലാ, ഏരിയ, മണ്ഡലം, പഞ്ചായത്ത് തലങ്ങളിലെ ഭാരവാഹികൾ പങ്കെടുത്തു. സുൽഫിഖ്റോദായ്, അമൃത ന്യൂസ്, ജിദ്ദ. മറ്റു വാർത്തകളിലേക്ക്. കൊച്ചി നഗരത്തിലെ സ്വകാര്യ ബസ്സുകളുടെ മത്സര ഓട്ടത്തിന് പിടിവീഴുന്നു. അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അത് അറിയിക്കുന്നതിനുള്ള സംവിധാനം നടപ്പാക്കിയിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം കാരണമുണ്ടാകുന്ന അപകടങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിലാണ് നടപടി. കൊച്ചി നഗരത്തിലെ മത്സരയോട്ടം ഒട്ടേറെ അപകടങ്ങൾക്കാണ് കാരണമാകുന്നത്. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ 2 പേരാണ് സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം മൂലം മരണപ്പെട്ടത്. സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗത മനുഷ്യജീവനുകൾ അപകടത്തിലാക്കുന്നത് തുടർക്കഥയായതോടെയാണ് മോട്ടോർ വാഹന വകുപ്പ് കർശന നടപടി സ്വീകരിക്കുന്നത്. സ്വകാര്യ ബസ്സുകളുടെ നിയമലംഘനം ദൃശ്യങ്ങൾ സഹിതം മോട്ടോർ വാഹന വകുപ്പിനെ അറിയിക്കാൻ ജില്ലയിലെ എല്ലാ സ്വകാര്യ ബസ്സുകളിലും ഔദ്യോഗിക വാട്സപ്പ് നമ്പർ പതിക്കും. 9188961207 എന്നതാണ് നമ്പർ. വാതിൽ തുറന്നു വെച്ചുള്ള സർവീസ്, മത്സരയോട്ടം, ഫോണിൽ സംസാരിച്ചുകൊണ്ടുള്ള ഡ്രൈവിംഗ്, യാത്രക്കാരോട് ജീവനക്കാരുടെ മോശം പെരുമാറ്റം ഉൾപ്പെടെ ഏത് നിയമലംഘനത്തിന്റെയും വീഡിയോയോ ഫോട്ടോയോ പകർത്തി വാട്സപ്പ് ചെയ്താൽ അന്വേഷിച്ച് നടപടിയെടുക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കുന്നു. ഇതോടെ നിയമലംഘനങ്ങൾക്ക് ഒരു പരിധിവരെ തടയിടാനാകുമെന്നാണ് വിലയിരുത്തൽ. അമൃത ന്യൂസ്, കൊച്ചി.
തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ വൈദ്യുതാഘാതമേറ്റ് മരിച്ച വിദ്യാർത്ഥി മിഥുന്റെ കുടുംബത്തിന് വീടൊരുങ്ങുന്നു. ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ നേതൃത്വത്തിലാണ് വീട് വെച്ച് നൽകുന്നത്. മിഥുന്റെ വീട് എന്റെയും എന്ന പേരിൽ നടത്തുന്ന ഭവന നിർമ്മാണത്തിന്റെ ശിലാസ്ഥാപനം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു. മിഥുന്റെ പഴയ വീട് നിന്ന സ്ഥലത്ത് തന്നെയാണ് പുതിയ വീട് പണിയുന്നത്. 20 ലക്ഷം രൂപ ചെലവിൽ 1000 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് വീട് നിർമ്മിക്കുന്നത്. വീടിന്റെ ശിലാസ്ഥാപന കർമ്മം നടന്നു. സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ നേതൃത്വത്തിൽ ഒരു വീട് നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ളത് ഇത് കൃത്യസമയത്ത് തന്നെ ആരംഭിക്കാൻ വേണ്ടി ഇന്നിപ്പോൾ തറക്കല്ലിടയാണ്. ഞങ്ങളൊരു 4 മാസക്കാലം കൊണ്ട് ഈ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. 3 കിടപ്പുമുറികൾ, 2 ശുചിമുറികൾ, ലിവിംഗ് റൂം, അടുക്കള, ഡൈനിങ് ഏരിയ, സിറ്റ് ഔട്ട്, സ്റ്റെയർകേസ് എന്നിവ വീടിന്റെ ഭാഗമായി ഉണ്ടാകും. 4 മാസത്തിനകം നിർമ്മാണം പൂർത്തിയാക്കി താക്കോൽ കൈമാറാനാണ് ലക്ഷ്യമിടുന്നത്. വീടിന് പുറമെ മിഥുന്റെ കുടുംബത്തിന് സർക്കാർ വിവിധ ധനസഹായങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മിഥുന്റെ അനുജന്റെ വിദ്യാഭ്യാസ ചെലവുകൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പൂർണ്ണമായും വഹിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. ചടങ്ങിൽ MLA-മാരായ കോവൂർ കുഞ്ഞുമോൻ, ഡോക്ടർ സുജിത് വിജയൻപിള്ള, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഷാനവാസ് SIAS, കേരള സ്കൗട്ട്സ് ആൻഡ് ഗൈഡ് സംസ്ഥാന സെക്രട്ടറി പ്രഭാകരൻ NK തുടങ്ങിയവർ പങ്കെടുത്തു. അമൃത ന്യൂസ്, കൊല്ലം. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി കണ്ണൂർ പനങ്കാവ് മാതാമൃതാനന്ദമയി മഠത്തിൽ ശ്രീരാമാർപ്പണം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. മഠാധിപതി സ്വാമി അമൃതകൃപാനന്ദപുരിയുടെ നേതൃത്വത്തിൽ രാമായണ പാരായണം, ധ്യാനം, അർച്ചന, രാമായണ സന്ദേശം, ശ്രീരാമകീർത്തനം തുടങ്ങിയ പരിപാടികളോടെയാണ് ആഘോഷിച്ചത്. ബ്രഹ്മചാരിണി മിനിയുടെ കാർമ്മികത്വത്തിൽ മഹാധന്വന്തരി ഹോമവും നടന്നു. ഉച്ചയ്ക്ക് അമൃതഭോജനത്തോടെ സമാപിച്ച പരിപാടികളിൽ നിരവധി ഭക്തജനങ്ങളാണ് പങ്കെടുത്തത്. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി പാലാ മാതാ അമൃതാനന്ദമയി മഠത്തിൽ ധന്വന്തരി പൂജയും മഹാധന്വന്തരി ഹോമവും നടന്നു. മഠാധിപതി സ്വാമി യതീശ്വരാമൃത ചൈതന്യ ഭദ്രദീപം തെളിയിച്ച് ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു. സ്വാമി വിനായകാമൃത ചൈതന്യ മഹാധന്വന്തരി ഹോമത്തിന് നേതൃത്വം നൽകി. 100 കണക്കിന് ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. വാംസുരിയം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 4ാമത് രാമായണശ്രീ പുരസ്കാരം ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് സംസ്കൃത വിഭാഗം മേധാവി ഡോക്ടർ ലക്ഷ്മി ശങ്കറിന് നൽകി ആദരിച്ചു. തൃശൂർ പൂങ്കുന്നം രാമകൃഷ്ണ മഠത്തിൽ നടന്ന ചടങ്ങിൽ മഠാധിപതി സ്വാമി നന്ദാത്മജാനന്ദ പുരസ്കാര സമർപ്പണം നടത്തി. 10,001 രൂപയും ഫലകവും കീർത്തിപത്രവും മംഗളപത്രവും അടങ്ങുന്ന പുരസ്കാരമാണ് ഡോക്ടർ ലക്ഷ്മി ശങ്കറിന് ലഭിച്ചത്. ചടങ്ങിന് തുടക്കം കുറിച്ച് ശരണ്യ ശ്രീദാസും തിരുവമ്പാടി വിനോദും ചേർന്ന് സോപാന സംഗീതം അവതരിപ്പിച്ചു. വാംസുരിയുടെ പ്രഥമ രാമായണശ്രീ പുരസ്കാര ജേതാവ് ഡോക്ടർ മുരളി പുറനാട്ടുകര, വാംസുരിയം ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി ഷീല നാരായണൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. ചടങ്ങിൽ നളിനി നീലകണ്ഠൻ സ്വാഗതവും സുരേഷ് തിരുവനന്തപുരം ആമുഖ പ്രസംഗവും നടത്തി. ദിനേശ് പെരുവനം നന്ദി പ്രകാശിപ്പിച്ചു. വാംസുരി സംഘാടകാംഗങ്ങളായ ഹരീശൻ, സന്ധ്യ ദിനേശ്, ശൈലജ, രാജേശ്വരി മൂർത്തി, ഹരികുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ഇങ്ങനെ സംസാരിക്കേണ്ടി വരിക എന്നത് ജീവിതത്തിലെ ഏറ്റവും അപൂർവമായി ലഭിക്കുന്ന അനുഗ്രഹങ്ങളിലൊന്നാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും അനുഗ്രഹങ്ങൾ നിറഞ്ഞ ഈ സാന്നിധ്യത്തിൽ ഗുരുക്കന്മാരുടെയൊക്കെ അനുഗ്രഹത്തോടു കൂടിയിട്ട് ഈ പുരസ്കാരം, ഏറ്റവും മഹത്തരമായ ഈ പുരസ്കാരം ആദരവോടുകൂടി സ്വീകരിക്കുക മാത്രം ചെയ്യും. എൻ്റെ ഒരു 3 വയസ്സുകാലം മുതൽ ഞാൻ അമ്മയോടൊപ്പം നടന്നു വളർന്ന കുട്ടിയാണ്. ഞാൻ ആദ്യമായി ഇന്ത്യൻ അണ്ടർ 20 വനിതാ ഫുട്ബോൾ ടീം 2026 AFC അണ്ടർ 20 വനിതാ ഏഷ്യൻ കപ്പിന് യോഗ്യത നേടി. 20 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യയുടെ നേട്ടം. യോഗ്യതാ റൗണ്ടിലെ നിർണായക മത്സരത്തിൽ ആതിഥേയരായ മ്യാൻമാറിനെ 1-0 തോൽപ്പിച്ചാണ് ഇന്ത്യൻ യുവനിര ടൂർണമെന്റിൽ ഇടം നേടിയത്. യാങ്കോണിലെ ടൂർണ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ 27-ാം മിനിറ്റിൽ പൂജ നേടിയ ഹെഡറാണ് ഇന്ത്യയ്ക്ക് വിജയം സമ്മാനിച്ചത്. ഇന്ത്യൻ ഓപ്പൺ വേൾഡ് അത്ലറ്റിക്സ് കോണ്ടിനെന്റൽ ടൂർ മീറ്റ് ലോങ് ജമ്പിൽ M ശ്രീശങ്കറിന് വീണ്ടും സ്വർണം. 8.13 മീറ്റർ ദൂരം ചാടിയാണ് സ്വർണ്ണ നേട്ടം. ഈ സീസണിലെ മികച്ച പ്രകടനമാണ് ശ്രീശങ്കർ കാഴ്ചവെച്ചത്. കഴിഞ്ഞ മാസം പോർച്ചുഗലിൽ നടന്ന അത്ലറ്റിക് മീറ്റിൽ ശ്രീശങ്കർ സ്വർണം നേടിയിരുന്നു. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ കാണാം. നമസ്കാരം.